ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും UPSC മെന്റർ മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 2025 UPSC നടത്തുന്ന കമ്പൈൻഡ് ഡിഫൻസ് സർവീസസ് എക്സാമിനേഷൻ CDS എക്സാം ക്ലിയർ ചെയ്യാനായിട്ട് ഒരു 4 മാസത്തെ ടൈം ടേബിൾ ആണ് പറയാൻ പോകുന്നത്. സോ ഈ ടൈം ടേബിൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ 100% ഷുവർ ആണെന്ത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും സെലക്ഷൻ ഉണ്ടാവും. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. 4 മാസം എന്ന് പറയുമ്പോൾ ആവശ്യത്തിലധികം സമയമുണ്ട്. കാരണം ഒരു 2 മാസം 3 മാസം പ്രോപ്പർ ആയിട്ട് നമ്മൾ പഠിക്കുവാണെങ്കിൽ CDS എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. 4 മാസം ടൈം ഉണ്ട് നമുക്ക് പ്രോപ്പർ ആയിട്ട്. ഇപ്പൊ ഞാൻ ഈ തരുന്ന ഒരു ടൈം ടേബിൾ ഇതൊന്ന് പ്രോപ്പർ ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഉറപ്പായിട്ടും എന്താണ് CDS എക്സാമിനേഷൻ 2025 ക്ലിയർ ചെയ്യാൻ പറ്റും. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനു മുന്നേ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫർദർ നോട്ടിഫിക്കേഷൻസിനായിട്ട് ബെലൈക്കൺ പ്രസ് ചെയ്യുക. നമുക്ക് എത്ര മാസമുണ്ട്? 4 മാസമുണ്ട്. അതായത് ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ എക്സാം ആണ്. ഏപ്രിൽ 14 എക്സാം ആണ്. നമുക്ക് 14 ദിവസം ഉണ്ട്, അത് കൂട്ടണ്ട. അല്ലാണ്ട് ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് എന്തുണ്ട്? 4 മാസം നമുക്ക് എക്സാമിനായിട്ടുണ്ട്. കൂടാതെ പഠിക്കാൻ എത്ര സബ്ജക്ട്സ് ഉണ്ട്? ഇംഗ്ലീഷ് ഉണ്ട്, ജിയോഗ്രഫി ഉണ്ട്, ഹിസ്റ്ററി, എക്കണോമിക്സ്, ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ്. ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് എന്താണ്? സയൻസിന്റെ കാറ്റഗറി വരുന്നതാണ്. ഇത് സയൻസിനെ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. എന്തെന്ന്? ജനറൽ സയൻസ് ആൻഡ് പ്രാക്ടിക്കൽ സയൻസ്. ഏതൊക്കെയാണ് സബ്ജക്ട്സ്? ഇംഗ്ലീഷ്, ജിയോഗ്രഫി, ഹിസ്റ്ററി, എക്കണോമിക്സ്, പിന്നെ സയൻസ്. സയൻസിനെ ഏതൊക്കെയാണ്? ജനറൽ സയൻസ് ആൻഡ് പ്രാക്ടിക്കൽ സയൻസ്. ഇത്രയും സബ്ജക്ട്സ് എന്തിനുള്ളൂ? നമുക്ക് സിവിൽ സർവീസ് CDS എക്സാമിനേഷന് ഉള്ളൂ. കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് എക്സാമിനേഷന് ഉള്ളൂ. പിന്നെ എന്താ വരുന്നത്? CA ഉണ്ട്, കറണ്ട് അഫയേഴ്സ് ഉണ്ട്. അത് നമ്മൾ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആയിക്കോട്ടെ അതിന് എന്ത് ചെയ്യണം? പഠിച്ചു വെക്കേണ്ട ഒന്ന് തന്നെയാണ്. പിന്നെ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് എന്ത് പഠിക്കണം? നമ്മൾ ഡെയിലി ഇംഗ്ലീഷ് പഠിച്ചിരിക്കണം. കൂടാതെ ഹിസ്റ്ററി ഒരു 22 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണം. കാരണം ഹിസ്റ്ററി 22 ദിവസം എടുക്കുന്നതിന്റെ കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഹിസ്റ്ററിക്കകത്ത് ആൻഷ്യൻ ഹിസ്റ്ററി ഉണ്ട്, മെഡീവിയൽ ഉണ്ട്, മോഡേൺ ഉണ്ട്. സോ എന്ത് വേണം? ഒരു 22 ദിവസം ഹിസ്റ്ററി നല്ല രീതിക്ക് പഠിക്കാനായിട്ട് വേണം. പിന്നെ ജിയോഗ്രഫിക്ക് ഒരു 18 ദിവസം എടുക്കണം. പൊളിറ്റി പഠിക്കാനായിട്ട് ഒരു 13 ദിവസം മതി. കാരണം പൊളിറ്റി നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒന്നാണ്. സിമ്പിൾ ആയിട്ട് പഠിക്കാൻ, അത് വളരെ എളുപ്പമുള്ള ഒരു സബ്ജക്റ്റ് ആണ്. സോ പൊളിറ്റി പഠിക്കാനായിട്ട് എന്ത് ചെയ്യണം? ഒരു 13 ദിവസം എടുക്കണം. പിന്നെ ഡിഫൻസ് പഠിക്കാനായിട്ട് 8 ദിവസം മതി. കാരണം കൂടുതലും നമ്മൾ കറണ്ട് അഫയേഴ്സിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ എഴുതുന്ന ഒരു ഡിഫൻസിന്റെ എക്സാം ആണല്ലോ. അപ്പൊ ഒരു ബേസിക് നോളജ്, ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ച്. സോ അതൊരു 8 ദിവസത്തിനുള്ളിൽ ഈസി ആയിട്ട് കവർ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ എക്കണോമിക്സിന് വേണ്ടി ഒരു 14 ദിവസം വേണം. ജനറൽ സയൻസ് എളുപ്പമാണ്. സോ 11 ദിവസം മതി. എന്തിന്? ജനറൽ സയൻസ് പഠിക്കാനായിട്ട്. ഇനി പ്രാക്ടിക്കൽ സയൻസ് കുറച്ച് ടഫാണ്. അതിനുവേണ്ടി നമ്മൾ ഒരു 18 ദിവസം മാറ്റി വെക്കാം. അപ്പൊ എങ്ങനെയാണ് പഠിക്കേണ്ടത്? ഇംഗ്ലീഷും കറണ്ട് അഫയേഴ്സും ഡെയിലി പഠിക്കണം. പിന്നെ ഹിസ്റ്ററി പഠിക്കാനായിട്ട് 22 ദിവസം എടുക്കണം. ജിയോഗ്രഫി പഠിക്കാനായിട്ട് ഒരു 18 ദിവസം പഠിക്കണം. പിന്നെ പൊളിറ്റിക്ക് വേണ്ടിയിട്ട് 13 ദിവസം, ഡിഫൻസിന് 8 ദിവസം, എക്കണോമിക്സിന് 14 ദിവസം, ജനറൽ സയൻസിന് 11 ദിവസം, പ്രാക്ടിക്കൽ സയൻസിന് 18 ദിവസം. ഇപ്പൊ നിങ്ങൾക്കിപ്പം എന്താ പറയാ, ഹിസ്റ്ററി പഠിക്കാൻ എളുപ്പമാണ് എന്നുള്ള ഒരാൾ എന്ത് ചെയ്യണം? പൊളിറ്റി പഠിക്കാൻ പാടാണ്. അപ്പം ജസ്റ്റ് ഡേറ്റ് ഒന്ന് മാറ്റി വെക്കണം. പൊളിറ്റി പഠിക്കാനായിട്ട് ഒരു 20 ദിവസം എടുക്കണം. ഹിസ്റ്ററി പഠിക്കാനായിട്ട് ഒരു 13 ദിവസം എടുക്കണം. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പഠിക്കാം. പക്ഷെ ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഈ ഒരു രീതിയിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ നല്ലത്. പിന്നെ റിവിഷൻ, അതായത് പഠിച്ചാൽ മാത്രം പോരല്ലോ, റിവിഷൻ ചെയ്യണം. റിവിഷനാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. സോ എന്ത് ചെയ്യണം? എല്ലാ ദിവസവും പഠിക്കുന്ന കാര്യം റിവിഷൻ ചെയ്യണം. അതല്ലാണ്ട് എന്ത് ചെയ്യണം? നമുക്ക് ഒരു മെയിൻ ആയിട്ടുള്ള റിവിഷൻ നടത്തണം. അതൊരു മാർച്ച് 16 തീയതി തൊട്ട് ഏപ്രിൽ 12 തീയതി വരെ നടത്തിയാൽ മതി. അതായത് ഫസ്റ്റ് റിവിഷൻ എത്ര ദിവസം വേണം? ഒരു 8 ഡേയ്സ് ഫസ്റ്റ് റിവിഷൻ. സെക്കൻഡ് റിവിഷനും എത്ര ദിവസം നടത്തണം? ഒരു 8 ഡേയ്സ് തന്നെ നടത്തിയാൽ മതി. പിന്നെ തേർഡ് റിവിഷനും 8 ഡേയ്സ്. എന്നോട്ടാണ് റിവിഷൻ വേണ്ടത്? മാർച്ച് 16 തീയതി തൊട്ട് ഏപ്രിൽ 12 തീയതി വരെ. പിന്നെ വരുന്നതാണ് ഏപ്രിൽ 13. ഏപ്രിൽ 13 തീയതി എന്താണ്? ഒരു നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു ദിവസമാണ്. കാരണം അന്നൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമ്മൾ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് മിസ്സാക്കിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ജസ്റ്റ് കറണ്ട് അഫയേഴ്സ് ഒക്കെ ഒന്ന് മുഴുവൻ നോക്കി അങ്ങനെ പോയാൽ മതി. കാരണം അന്നൊന്നും പ്രത്യേകിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല. 14 തീയതി എന്താണ്? എക്സാം ആണ്. സോ ഇതാണ് ടൈം ടേബിൾ. ഒന്നുകൂടി വേണമെങ്കിൽ ഇംഗ്ലീഷ് ഡെയിലി നമ്മൾ സബ്ജക്ട്സ് എത്ര ദിവസം വേണമെന്ന് പഠിക്കണം എന്ന് പറയാം. അതായത് ഇംഗ്ലീഷ് ഡെയിലി പഠിക്കണം, കറണ്ട് അഫയേഴ്സ് ഡെയിലി പഠിക്കണം, ഹിസ്റ്ററി ഒരു 22 ദിവസം, ജിയോഗ്രഫി ഒരു 18 ദിവസം, പൊളിറ്റി ഒരു 13 ദിവസം, ഡിഫൻസിന് വേണ്ടിയിട്ട് 8 ദിവസം, എക്കണോമിക്സിന് വേണ്ടിയിട്ട് 14 ദിവസം, ജനറൽ സയൻസിന് വേണ്ടിയിട്ട് 11 ദിവസം, പ്രാക്ടിക്കൽ സയൻസിന് വേണ്ടിയിട്ട് 18 ദിവസം. 4 മാസം ഉണ്ട്, വളരെ അധികം ടൈം ഉണ്ട്. ഈ ഒരു എന്താ പറയാ ടൈം ടേബിൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ
ഉറപ്പായിട്ടും സെലക്ഷൻ ഉണ്ടാവും. സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫർദർ നോട്ടിഫിക്കേഷൻസിനായിട്ട് ബെലൈക്കണം പ്രസ് ചെയ്യുക. താങ്ക് യു.